ഇതിൻ്റെ പേരാണ് ഡോപ്പമിൻ. നിങ്ങൾ പഠിക്കേണ്ട പുതിയൊരാളാണ് ഡോപ്പമിൻ. ഇത് ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ്. ഹോർമോൺസ് എന്നും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയാം. ഈ ഡോപ്പമിൻ എന്ന സാധനമാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികളുമായിട്ട് ഉള്ള ഒരു ക്ലാസ്സിൽ ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ ഫുട്ബോൾ കളിയുടെ ഒരു സമയമാണല്ലോ. ഇപ്പോൾ ഫുട്ബോൾ കളി എത്രത്തോളം അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ചോദ്യം. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് സൈഡിൽ പറയാം. വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കളിയാണ്, ബുദ്ധിപരമായി കളിക്കേണ്ട ഒന്നാണ്, ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ കളി വളരെ നല്ലതാണ്, വളരെ ബുദ്ധിപൂർവ്വം കളിക്കേണ്ട കളിയുമാണ്. പക്ഷെ കളി എന്താവരുത്, അവസാനം കാര്യമാകരുത്. കളി കാര്യമായ ഒരുപാട് രംഗങ്ങൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടു. നോക്കുമ്പോൾ മെസ്സിയും റൊണാൾഡോ ഒക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയും അപ്പുറത്ത് രണ്ടുപേര് മെസ്സിയുടെയും റൊണാൾഡോ ആരാധകർ മൂക്കിലൊക്കെ ചോരയൊക്കെ വന്ന് കണ്ണൊക്കെ വീർത്തിരിക്കുന്ന അവസ്ഥയും കാണുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കളി കാര്യമാകുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അഡിക്ഷൻ എന്ന അവസ്ഥയിൽ എത്തുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ സംഭവിക്കുമ്പോൾ എന്തൊക്കെ എൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് പഠിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ്. ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, എൻ്റെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ ആ വിഷയങ്ങളിലേക്കുള്ള തീവ്രത കുറയും, അതിലേക്ക് പോകാനുള്ള സാധ്യതയും കുറയും. ഉദാഹരണത്തിന്, ബൈക്ക് വളരെ സ്പീഡിൽ ഓടിക്കുന്നു എന്ന പരാതിയുമായിക്കൊണ്ട് കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ബൈക്ക് ഓടിക്കേണ്ട പ്രായമായി ലൈസൻസും ഉണ്ട്, 18 വയസ്സ് കഴിഞ്ഞു. പക്ഷേ സാർ ഒരു രക്ഷയില്ല സാറേ, ബൈക്ക് ഇങ്ങനെ കൈയൊക്കെ കിട്ടിയ ഒരു വെളിവില്ല, അതുപോലെ ഓടിക്കുന്നത്, എന്താ ഇപ്പം ചെയ്യാം? ഓക്കെ, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് മാറ്റി കുട്ടി ഇരുത്തിയിട്ട് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ, മോനെ ബൈക്ക് അങ്ങനെ സ്പീഡിലൊന്നും ഓടിക്കരുത്, ബൈക്ക് സ്പീഡിൽ ഓടിച്ചാൽ വല്ലയിടത്തൊക്കെ പോയി മറിഞ്ഞ് വീഴും, തലക്ക് പരിക്കേക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഇവർ എൻ്റെ അടുത്ത് കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കുട്ടിയുടെ ഇത് ഞങ്ങൾ പറഞ്ഞു മടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇയാൾ തന്നെയാണ് പറയുന്നത് ചിന്തിക്കും. അപ്പോൾ ബൈക്ക് സ്പീഡിൽ ഓടിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട കൗൺസിലിംഗ് യഥാർത്ഥത്തിൽ ബൈക്ക് ഓടിച്ചാലുണ്ടാകുന്ന ദുരന്തഫലങ്ങളല്ല. ബൈക്ക് ഓടിക്കുമ്പോൾ, ബൈക്കിൽ ഗിയർ മാറ്റുമ്പോൾ, ആക്സിലറേറ്റർ തിരിക്കുമ്പോൾ, ക്ലച്ച് എടുക്കുമ്പോൾ ഒക്കെ എന്ത് സംഭവിക്കുന്നുവെന്ന് ആദ്യം അവനെ ബോധ്യപ്പെടുത്തണം. അതാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ കുട്ടിയെ നമ്മൾ ആദ്യം വരുത്തിയിട്ട് ബൈക്കിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം ഗിയർ എടുക്കുമ്പോൾ, ഗിയർ പിടിക്കുമ്പോൾ എഞ്ചിനുമായിട്ടുള്ള ബന്ധം വിടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു വലിയൊരു പൽചക്രമാണത്, അതിലേക്കൊരു കൊളുത്ത് വന്ന് വീഴും. എന്നിട്ട് പതുക്കെ ക്ലച്ച് വിട്ട് എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ റെഡിയാക്കിയിട്ട് ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുമ്പോൾ ഈ ചക്രം പതുക്കെ തിരിയും. അപ്പോൾ വണ്ടി പതുക്കെ മൂവ് ചെയ്യും. എന്നിട്ട് വീണ്ടും ക്ലച്ച് ചെയ്യുന്നു, എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ വിടുന്നു, വീണ്ടും അടുത്ത ഗിയർ ഇടുന്നു, രണ്ടാമത്തെ ഗിയർ ഇടുന്നു. അപ്പോൾ അതിനേക്കാൾ ചെറിയൊരു പൽചക്രത്തിലേക്ക് ഈ കൊളുത്ത് വന്ന് വീഴും. അത് കുറച്ചുകൂടി സ്പീഡിലോടും, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മുന്നോട്ട് പോകും. മൂന്നാമത് പിന്നെന്ത് ചെയ്യും, ആ സ്പീഡ് എത്തി കഴിയുമ്പോൾ വീണ്ടും ക്ലച്ച് ചെയ്യും, എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ വിടും, മൂന്നാമത്തെ ഗിയർ ഇടുന്നു, അത് അതിനേക്കാൾ ചെറിയ മറ്റൊരു പൽചക്രത്തിലേക്ക് വന്ന് വീഴുന്നു, ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുന്നു, ക്ലച്ച് റിലീസ് ചെയ്യുന്നു, കുറച്ചുകൂടി സ്പീഡിൽ പോകും. അങ്ങനെ നാലാമത്തേലേക്ക് പോകും. അത് തീരെ ചെറിയ ചക്രമാണ്, അത് വളരെ സ്പീഡ് കറങ്ങുന്ന ഒന്നാണ്. വലിപ്പം കൂടും തോറും സ്പീഡ് കുറയും, വലിപ്പം കുറയും തോറും സ്പീഡ് കൂടും. ഇതാണ് ഈ കാര്യങ്ങൾ. അതായത് ക്ലച്ച് പിടിക്കുമ്പോൾ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ, ഗിയർ മാറ്റുമ്പോൾ എന്താണ് വണ്ടിക്കുള്ളിൽ സംഭവിക്കുന്നതെന്ന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുത്ത് കൃത്യമായി കുട്ടിയെ ബോധ്യപ്പെടുത്തി അത് അവൻ്റെ മനസ്സിൽ ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കി എന്നിട്ട് അവനെ കണ്ണടച്ചിരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചിന്തിപ്പിച്ചുകൊണ്ട് ബൈക്ക് ഓടിപ്പിക്കും. അങ്ങനെ അവനെ കണ്ണടച്ചിരുന്ന് അത് കൃത്യമായ റൂട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ അവൻ ബൈക്ക് എടുക്കുമ്പോൾ അവൻ്റെ ചിന്ത ഇതിലേക്ക് വരും, അത് ഞാനിങ്ങനെ പിടിച്ചപ്പോൾ ഈ സംഭവം മാറിയിട്ട് ഇതിങ്ങനെ വന്ന് അങ്ങനെ ഏതാണല്ലോ, അപ്പോൾ അവൻ്റെ സ്പീഡ് കുറയും. മനസ്സിലാണ്ടല്ലോ? അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും. ഇതിങ്ങനെയാണ് സാധാരണഗതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക. സെയിം ഈസ് എ ടെക്നിക്. ഞാൻ ഓരോ വിഷയത്തിൽ ഇടപെടുമ്പോഴും എന്നെ അഡിക്ഷനിൽ എത്തിക്കുന്നത് എന്താണ്, അത് ഇവിടം വരെ എത്തിയാൽ എൻ്റെ ബോഡിയിൽ എന്ത് മാറ്റം ഉണ്ടാകും, അതിനപ്പുറത്തേക്കായാൽ എന്ത് മാറ്റം ഉണ്ടാകും, അതിനപ്പുറത്തേക്കായാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അഡിക്ഷനിലേക്ക് പോവാതെ എന്തിനേയും നമുക്ക് നിലനിർത്താൻ പറ്റും. നീ കേട്ടോളൂ, ഇയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡോപ്പമിൻ എന്നാണ് പേര്. ഫീൽ ഗുഡ് ഹോർമോൺ എന്നതിന് വിളിക്കുക. ഞാൻ കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല റെഡിയാണ്, എന്നെപ്പറ്റി എനിക്ക് നല്ല ധാരണ ഉണ്ടാക്കുന്ന ഹോർമോണാണത്. ഇവൻ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, തീരെ ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഡോപ്പമിൻ തീരെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? എന്നാർക്കും വേണ്ട, ഡിപ്രഷനാവും, വിഷാദ രോഗമാവും, എനിക്ക് ജീവിതം തന്നെ വേണ്ട എന്ന് തോന്നും. ആവശ്യത്തിനുണ്ടാവണം, ആവശ്യത്തിലേറെ ആയാലോ അത് അഡിക്ഷൻ ഉണ്ടാക്കും, അഥവാ ആസക്തി ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി കേട്ടോളൂ, നിങ്ങൾ ഇനി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചാൽ അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഡോപ്പമിൻ ഉണ്ടാവും. ഇഷ്ടമുള്ള ഭക്ഷണം മുന്നിൽ വരുമ്പോൾ അപ്പോൾ ഡോപ്പമിൻ ഉണ്ടാവും. ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാവും. ഇഷ്ടമുള്ള ഗാനം കേൾക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാവും.
ഇഷ്ടമുള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാവും. ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ, എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിന് തൃപ്തിയുള്ളത് ആ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അതിൽ ഇടപെടുമ്പോഴും ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. കേട്ടോളൂ, ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അത് 100കളിലാണ് ബോഡിയിൽ ഉണ്ടാകുന്നത്. ഉദാഹരണം പറയുന്നത് കണക്കിന് എളുപ്പത്തിന് വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കണക്ക് പറയുന്നത് കേട്ടോ. അത് 100കളിലാണ്, 100, 200, 300 അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, ഇഷ്ടമുള്ള വെള്ളം കുടിക്കുമ്പോൾ, ഇഷ്ടമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ, ഇഷ്ടമുള്ളിടത്തേക്ക് യാത്രയാകുമ്പോൾ, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ 100കളിലാണ് ഡോപ്പമിൻ്റെ അളവ്. 100കൾ എന്നുള്ളത് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. അതേ സ്ഥാനത്ത് ശ്രദ്ധിച്ചോളൂ, ആ സ്ഥാനത്ത് നിങ്ങളൊരു സിഗരറ്റ് വലിക്കുമ്പോൾ അപ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ 1000ങ്ങളിലാണ്. ആ സ്ഥാനത്ത് ഒരാൾ മദ്യപിക്കുമ്പോൾ അപ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ 10,000ങ്ങളിലാണ്. ആ സ്ഥാനത്ത് ഒരാൾ കഞ്ചാവ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമിൻ ലക്ഷങ്ങളിലാണ്. മനസ്സിലായില്ലേ? ഇത് എന്തുകൊണ്ടാണ് പോയത് തിരിച്ചു വരാൻ പാട്? എന്താണ് ഇത് പാടില്ലാത്തത്? എന്തുകൊണ്ടാണ് ലഹരികൾ പാടില്ല എന്ന് പറയാൻ കാരണം? ലഹരികൾ നമുക്ക് പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ലഹരി ഉപയോഗിക്കരുത് പറയാൻ കാരണം എന്താ? കുട്ടികൾ ലഹരികളിലേക്ക് പോകരുത് പറയാൻ കാരണം എന്താ? ചുരുങ്ങിയ അളവിൽ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാകും. കേട്ടോ, സ്വന്തം ഇണയുമായി രമിക്കുന്ന സമയത്ത് പോലും 100കളിലേ ഉള്ളൂ ഡോപ്പമിൻ. അതിനും വലിയ സന്തോഷമാണ് ഒരാൾക്ക് കഞ്ചാവ് വലിക്കൽ, അതിനും വലിയ സന്തോഷമാണ് ഒരാൾക്ക് സിഗരറ്റ് വലിക്കൽ, അതിനും വലിയ സന്തോഷമാണ് ഒരാൾക്ക് മദ്യപിക്കൽ. കാരണം എന്താ? ആ സമയത്ത് അതിനേക്കാളേറെ ഡോപ്പമിൻ ഉണ്ടാകുന്നു. ഡോപ്പമിൻ എത്രത്തോളം ബോഡിയിൽ ഉണ്ടാകുന്നു അതിനോട് വീണ്ടും 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 താല്പര്യം കൂടും. അതിലേക്ക് അഡിക്ഷൻ വരും, ആസക്തി വരും. രക്തത്തിലൂടെയാണ് സാധനം സഞ്ചരിക്കുന്നത്. ഹോർമോണുകളുടെ പ്രത്യേകത, ഉൽപ്പാദിപ്പിച്ചാൽ അത് രക്തത്തിലേക്കാണ്. രക്തം ഒഴുകുന്നിടത്തൊക്കെ എത്തും ഡോപ്പമിൻ. ബ്ലഡിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ബ്ലഡ് ഒഴുകുന്നിടത്തൊക്കെ എത്തിച്ചേരും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സന്തോഷം തരുന്നൊരു ഹോർമോൺ, സന്തോഷകരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്നൊരു ഹോർമോൺ 100കൾ എന്ന കണക്കെടുത്താൽ അത് 1000ങ്ങളിലേക്ക് എത്തുന്ന ഒരു കാരണമാണ് വെറും സിഗരറ്റ് വലി. ഉണ്ടോ? ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഫീലിംഗ്, ആ ടൈമിൽ, അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അതിന് ചെയിൻ സ്മോക്കർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന്, കണ്ണികളായിക്കൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. നിർത്താൻ തോന്നൂല. പിന്നെ നല്ല വിൽ പവർ വേണം. ആ സ്ഥാനത്ത് മദ്യപിക്കുമ്പോൾ, നിങ്ങൾ കേട്ടിട്ടില്ലേ, മദ്യപിക്കുന്ന ആളുകളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും ഇവർക്ക്. കേട്ടിട്ടുണ്ടോ? വെള്ളമടി കമ്പനി എന്നൊക്കെ തമാശക്ക് പറയും. ഒന്നിച്ചിരുന്ന് വെള്ളം അടിച്ച ആളുകൾക്കിടയിൽ ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും. പക്ഷേ ആ വെള്ളം അടിച്ചത് ആസക്തിയിലേക്ക് എത്തും. ഡോപ്പമിൻ അളവ് കൂടിക്കഴിയുമ്പോൾ പിന്നെ എന്താവും? സ്വബോധം നഷ്ടപ്പെടും. അപ്പോൾ തല്ലുണ്ടാവും, അക്രമം ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും, ഒക്കെ സംഭവിക്കും. പക്ഷേ ഇവർ പരസ്പരം ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ മരിക്കാനും തയ്യാറാകും. അതാണ് ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. കാരണം എന്താ? ധാരാളം ഡോപ്പമിൻ, 1000, 10,000 എന്ന അവസ്ഥയിലേക്ക് ഡോപ്പമിൻ ഉണ്ടാവുകയാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും മദ്യപിക്കുമ്പോൾ. ലക്ഷങ്ങളിലാണ്. അതല്ലാത്ത എല്ലാ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസും ഉപയോഗിക്കുമ്പോൾ ലക്ഷങ്ങളിലാണ് ഇതിൻ്റെ അളവുണ്ടാകുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളിടത്തേക്കാണ് നമ്മുടെ ചർച്ച എത്തുന്നത്. ഇവിടെ ഞാൻ പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അനുവാചകരോടും ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടാറുള്ള ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ട് ചില കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പഠിക്കണം. എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് ചർച്ച, എല്ലായിടത്തും ചർച്ച അതാണ്. പക്ഷെ ചില കുട്ടികൾ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നില്ല? എത്രയൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ചില പിള്ളേരെന്താ ലഹരി ഉപയോഗിക്കാത്തത്? വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. ഏത് പ്രവർത്തനത്തിലേക്ക് എത്തണമെങ്കിലും ഒരു ചിന്ത വേണം. ചിന്തയില്ലാതെ ഒരു പ്രവർത്തനമില്ല. നാം എന്ത് ചെയ്താലും പറഞ്ഞാലും ചിന്തിക്കുന്നുണ്ട്. ചിന്തയിൽ നിന്നാണ് ഏത് പ്രവർത്തനവും ഉണ്ടാകുന്നത്. ഈ ചിന്ത തന്നെയാണ് ഏതൊരു പ്രോജക്റ്റും ഇവിടെ വരാൻ കാരണമായിട്ടുള്ളതും. ലോകത്തെ വലിയ ബിൽഡിംഗ് ആണല്ലോ ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ എവിടെയാണ്? ദുബായിലാണ്. ബുർജ് ഖലീഫ ആദ്യമായിട്ടുണ്ടായത് എവിടെ? അതിന് മുന്നേ ഒരു ബുർജ് ഖലീഫ ഉണ്ടോ? ബുർജ് ഖലീഫ ആദ്യമായിട്ടുണ്ടായത് എവിടെ? ദുബായിലല്ല. അത് രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്റ്റിൻ്റെ മൈൻഡിലാണ്. അയാൾ ആദ്യം അതിനെ ഉണ്ടാക്കിയില്ലേ, അത് വരച്ചില്ലേ. അല്ലാതെ വെറുതെ കുറേ സ്ഥലം കിട്ടി എന്നാൽ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നേരെ അവിടെ പോയി കുഴിയെടുക്കുക, അങ്ങനെയല്ലല്ലോ.
അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് ഒരു പ്ലാൻ വരച്ച് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി അതിൻ്റെ മിനിയേച്ചർ ഫോം ഉണ്ടാക്കി ഒരു പെട്ടിക്ക് അല്ലേ ചില്ല് പെട്ടിക്കകത്ത് വെച്ചു. ആ സിസ്റ്റം ആ സിറ്റി മുഴുവൻ കാണാം. എന്നിട്ട് എല്ലാം പഠിച്ചു, എല്ലാ വശവും പഠിച്ചു അല്ലേ. 50ാമത്തെ നിലയ്ക്ക് മുകളിലേക്ക് AC വേണ്ട, തണുപ്പാണ്. ഈ സിസ്റ്റവും എല്ലാം പഠിച്ചു മനസ്സിലാക്കി എന്നിട്ടാണ് പണി തുടങ്ങുന്നത്. എന്തിൻ്റെ തുടക്കവും ഒരു ചിന്തയിൽ നിന്നാണ്. ചിന്തകൾ വാക്കുകളായി മാറും, പ്രവൃത്തികളായി മാറും, പ്രവൃത്തികൾ പിന്നെ ശീലങ്ങളായി മാറും, ശീലങ്ങൾ പിന്നെ ആവർത്തിക്കുമ്പോൾ സ്വഭാവമായി മാറും, സ്വഭാവം പിന്നെ മാറ്റാനാവില്ല. വലിയ പാടാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്. ഈ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ചിന്തിപ്പിക്കുന്നത് ഏത് അവയവമാണ് എന്ന് പറയാമോ? ഞാൻ വെറുതെ നിങ്ങൾ ചിന്തിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ ചിന്തിപ്പിക്കുന്ന അവയവം ഏതാണ്? നിങ്ങൾ ചിന്തിക്കൂ. നമ്മൾ ചിന്തിപ്പിക്കുന്ന അവയവത്തിൻ്റെ പേരെന്ന് പറയാമോ? ഏതാ? കേട്ടാണ്. ആദ്യമായിട്ടാണ് ഈ ഉത്തരം പെട്ടെന്ന് സദസ്സിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. ചിന്തിപ്പിക്കുന്ന അവയവം ഏതാ? ചിന്തിപ്പിക്കുന്ന അവയവം ഏതാണ് അല്ലേ? ബ്രെയിൻ അല്ലേ? ഇന്ന് സയൻസ് പറയുന്നു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന 2 അവയവങ്ങളുണ്ട്. ഒന്ന് ഹാർട്ട്, കറക്റ്റ് ആൻസറാണ്. 2 ബ്രെയിൻ. ഇത് രണ്ടും മനുഷ്യരെ ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ വെച്ചാൽ എന്താ? ചിന്തിപ്പിക്കുന്ന അവയവം തലച്ചോറാണെന്നാ. ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുമ്പോൾ കൈ ഇവിടെ പോവും, ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുമ്പോൾ കൈ ഇവിടെ വരും അല്ലേ. ചിലപ്പോൾ പറയാറില്ലേ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോ എന്ന് പറയാറില്ലേ. ഇത് രണ്ടും മനുഷ്യനെ ചിന്തിപ്പിക്കുന്നുണ്ട്. എന്താ ഡിഫറൻസ് എന്നറിയോ? ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ മുഴുവനും അത് ധാർമ്മികപരമാണ്. മൊറാലിറ്റി, ബിലീഫ്, ഇതൊക്കെ ഹൃദയത്തിലാണ്. ഒരു മനുഷ്യൻ്റെ വിശ്വാസം, ധാർമ്മികത, അതൊക്കെ ഹൃദയത്തിലാണ്. തലച്ചോറിൽ നിന്നും വരുന്ന ചിന്തകൾ അത് ഓപ്പോർച്യൂണിസ്റ്റിക്കാണ്, അത് അവസരവാദപരമാണ്. ഇന്നിങ്ങനെ പറഞ്ഞാൽ നാളെ മാറ്റി പറയും. അത് ഇവിടെ നിന്നാണ്. ഒരു കാര്യം പറഞ്ഞാൽ തല പോയാലും മാറ്റൂല എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്, ഹാർട്ടിൽ നിന്നാണ്. രണ്ടിടത്തും ഹാർട്ടിൽ ഗാംഗ്ലിയോൺസ് എന്നറിയപ്പെടുന്ന ചിന്തകൾക്ക് കാരണമാകുന്ന ന്യൂറോണുകളുടെ കേന്ദ്രങ്ങൾ ഹാർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഹൃദയവും ചിന്തിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിന് വിരുദ്ധമായ ചിന്തകളാണ് തലച്ചോറിൽ നിന്ന് വരിക. ഒരു കാര്യം ഇന്നത് പറയണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു, അത് പറയേണ്ടതാണ്, സത്യമാണ്, പറയാൻ ഹൃദയം തീരുമാനിച്ചു. ആ ഹൃദയത്തെ ഓവർടേക്ക് ചെയ്ത് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത് പറയില്ല, അതിന് പകരം മാറ്റി പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ചിന്തകൾ ഹൃദയത്തിൽ നിന്നുമുണ്ട്, തലച്ചോറിൽ നിന്നുമുണ്ട്.